പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് ക്ലാസ് എടുക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ എല്ലാവരെയും ക്രിസ്തീയ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ചെറിയൊരു മാറ്റം ഉണ്ട്. ഇന്ന് സാക് സാറാണ് എടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് ശാരീരികമായ അല്പ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയ ഷാജൻ പാറക്കടവിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് കർത്താവിന്റെ ദാസരെ ശക്തമായി ഉപയോഗിക്കാൻ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ ക്ലാസ്സുമായി ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിവരുത്തി കൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്ന ദേവദാസൻ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധാരാളമായി അനുഗ്രഹിക്കണമേ. പിന്നെയും അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തിരയേണ്ടതിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. ഇന്ന് ക്ലാസ്സിൽ കഴിഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടുന്നതായ ബുദ്ധിയും ജ്ഞാനവും വിവേകമെല്ലാം നൽകി കർത്താവ് അനുഗ്രഹിക്കണം. പറയുന്നതെല്ലാം യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഉയരത്തിൽ കൃപ ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയം അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയാൽ ഞാനും ചില വെക്കേഷന് ശേഷം ദോഹയിൽ തിരിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥനയിലൊക്കെ സഹായിച്ച എല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ലാലിച്ചാനാറ്റ് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ തിരക്കിട്ട ഒരു സമയമായിരുന്നു. നമുക്കൊരു തരത്തിലും ഇന്ന് ക്ലാസ് എടുക്കാനുള്ള സാഹചര്യം നമുക്കില്ലായിരുന്നു. കാരണം രണ്ട് മരണം. ഒന്ന്, എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഇന്നലെ മിനിഞ്ഞാന്ന് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചവടക്ക് നാളെയാണ്. അതുമായി ബന്ധപ്പെട്ട് കോളേജിലെ ആളുകളും ഒക്കെ ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊരു തിരക്ക്. രണ്ടാമത്, ഞങ്ങളുടെ ഒരു കസിൻ ഒരു ഫാമിലി ആയിട്ട് അവന്റെ മോന്റെ വിദ്യാഭ്യാസത്തിന് എറണാകുളത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പട്ടിത്താനം, അതായത് ഏറ്റുമാനൂർ പട്ടിത്താനം എന്ന് പറയുന്ന സ്ഥലം, അതൊരു ഭയങ്കര ഒരു അപകട മേഖലയാണ്. അവിടെ വെച്ച് ഒരു ജീപ്പിനിട്ട് വന്ന് ഒരു സഞ്ചരിച്ച കാർ ഇടിച്ചു. ഈ താറ് വണ്ടിക്കിട്ടാണ് ഇടിച്ചത്. അതുകൊണ്ട് ഈ വണ്ടിക്ക് നല്ലപോലെ കേടുപറ്റി. ആ ഫാമിലി 4 പേര് നല്ല അപകടമുണ്ടായി. 4 പേരെ ഹോസ്പിറ്റലിലാക്കി. അപ്പനും മോൾക്കും ഇപ്പൊ സീരിയസ് ആയിട്ടാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലാണ്. അമ്മയ്ക്കും മകനും, മൂത്ത മകനും വളരെ സീരിയസ് ആയി. 2 പേരെയും ഹോസ്പിറ്റലിലായിരുന്നു. മകളെ പിന്നെ ഇന്നലെ രാവിലെ അമ്മ മരിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മകനും മരിച്ചു. അങ്ങനെ 2 പേരും മരണമടഞ്ഞു. നാളെയാണ് എൻ്റെ അടക്കം. ഇന്ന് വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പൂർണ്ണമായിട്ട് സംബന്ധിക്കേണ്ടതായിരുന്നു. ഇതിനേറ്റ് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിനു വേണ്ടി പിന്നെ ഇന്ന് വൈകിട്ട് കൊണ്ടുവിടുന്നുള്ള അറിവുണ്ടായത്. മറ്റൊന്ന്, ഞാൻ പഠിപ്പിക്കുന്ന ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ പിള്ളേരുടെ ഗ്രാജുവേഷൻ ഈ ആഴ്ചയിലാണ്. അപ്പോൾ അതിന്റെ കുറെ തിരക്ക്. ഇന്നവിടെ ഫെയർവെൽ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. അത് സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഞാൻ 8:30 അവിടുന്ന് ഓടി വരികയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഇരുന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഈ പുള്ളി ഇന്ന് കറുത്തൊക്കെ ഇട്ട് കണ്ട് പ്രതിഷേധമാണെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഏത് വസ്ത്രവും നമ്മൾ ധരിക്കും. ഞാൻ കൂടുതൽ ഡാർക്ക് ഓറിയന്റഡ് ഡ്രസ്സുകളാണ് കൂടുതൽ ധരിക്കുക. നിങ്ങളത് ചിന്തിക്കേണ്ട. വെള്ളം മാത്രമേ ഇടാവൂ എന്ന് ചിന്തിക്കരുത്. പഠിപ്പിക്കുന്ന ആള് കറുപ്പ് കിട്ടുകൊണ്ട് പ്രതിഷേധമാണ് ചിന്തിക്കരുത്. വന്ന് കയറി അന്നേരം ക്ലാസ്സിലേക്ക് കയറിയായിരുന്നു. പകൽ അതുമായിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഇതുമായിട്ടൊന്ന് ക്ലാസ്സിലെ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുള്ള സമയം എനിക്ക് കുറച്ച് ഞാൻ മാറ്റിവെച്ചു. ഏതായാലും ഇന്ന് രാത്രിയിലെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലാലിച്ചാൽ ഓർപ്പിച്ച പോലെ ഇന്ന് ക്ലാസ് എടുക്കേണ്ടത് പ്രിയ
സാക്സാർ ആയിരുന്നെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് എടുത്തില്ല. വെള്ളിയാഴ്ച എടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കണം. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. ശ്രദ്ധിക്കുക, നമ്മൾ പ്രസംഗ വിഷയത്തിന്റെ ഹൊമിലിറ്റിക്സിന്റെ വിവിധ വിഷയങ്ങൾ പഠിച്ചു. ഇന്ന് മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ പഠിപ്പിച്ച് നിർത്തിയ കാര്യം പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്താണ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ, ദ ബോഡി ഓഫ് സർമൺ, അതുപോലെ തന്നെ അതിന്റെ കൺക്ലൂഷൻ. നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇടാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ക്ലാസ് വന്നത്. ഇപ്പൊ ഇതിനെ കൂട്ടി നാളെ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തരുന്നതായിരിക്കും. നോട്ട് തരുന്നു, നിങ്ങൾ പേടിക്കണ്ട, കൃത്യമായിട്ട് നോട്ട് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്നാൽ ഈ ഫുട് നോട്ട് എഴുതുന്ന ആളുകൾ, റഫ് നോട്ട് എഴുതുന്ന ആളുകൾക്കൊക്കെ എഴുതിയെടുക്കാം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കും. ഇന്ന് ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നോട്ടീസ് ചെയ്ത് കാണും നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഗ്രാജുവേഷന്റെ ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പുറകാലെ നമ്മൾ ഇടുന്നതായിരിക്കും. ആ നോട്ടീസിൽ കാണിച്ച പോലെ ഇവിടുത്തെ നമ്മുടെ മാർച്ചിലെ ഗ്രാജുവേഷൻ, ഏപ്രിലിലെ ഗ്രാജുവേഷൻ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് പ്രസംഗം എത്ര തരത്തിലുണ്ട്, എങ്ങനെയാണ് ഒരു പ്രസംഗത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചില പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ചോദിക്കും, ഇന്നെന്തുവാ പ്രസംഗകൻ എന്താണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ പ്രഭാഷകൻ എന്താണ് പറഞ്ഞത്. നമ്മൾ പറയും വാ എന്ന് പറഞ്ഞാൽ അതൊരു ടോപ്പിക്കൽ സർമൺ ആണോ, അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ സർമൺ ആണോ, എക്സ്പോസിറ്ററി സർമൺ ആണോ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ സർമൺ ആണോ, അല്ലെങ്കിൽ ഡിവോഷണൽ ആണോ, ഇവാഞ്ചലിസ്റ്റിക്കൽ മെസ്സേജ് ആണോ, ഇങ്ങനെ ഏത് ടൈപ്പിലുള്ള മെസ്സേജ് ആണ്, തരത്തിലുള്ള മെസ്സേജ് ആണെന്ന് അറിയാൻ വയ്യാത്ത നിലയിൽ നമ്മൾ ചിന്തിക്കുന്ന, അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. നമ്മൾ ഈ അധ്യായം പഠിച്ച് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഇത് ഏത് ടൈപ്പിലുള്ള പ്രസംഗമാണ്, ഏത് തരത്തിലുള്ള, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ടൈപ്പ് ഓർ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം, ഏത് തരത്തിൽ, ഏത് ഗണത്തിൽ ഈ പ്രസംഗത്തെ ഉൾപ്പെടുത്താം എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടാകും. അതിനു മുമ്പ് പൊതുവായി 4 വിധ പ്രസംഗ രീതികളുണ്ട്. അതിലേക്ക് നമ്മൾ കടന്ന ശേഷം വിഷയപരമായി പ്രസംഗത്തെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാം. നമുക്കറിയാം ഈ 4 തരത്തിലുള്ള പ്രസംഗം. ഒന്ന്, മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗം. മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗം. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മുഖ്യമന്ത്രി പോലുള്ള ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാര്, അതുപോലെ തന്നെ മറ്റ് പല ആളുകളും മുൻകൂട്ടി അവരുടെ PA-മാരോ അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രസംഗിക്കേണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി എഴുതി കൊടുത്ത് അത് വായിച്ചാൽ മതി. അങ്ങനെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കുന്ന പ്രസംഗം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യഘട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വെറുതെ അദ്ദേഹം പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വരുന്ന LED സ്ക്രീനിൽ, ട്രാൻസ്പെറന്റ് ആയ, കാണാൻ കഴിയാത്ത നിലയിലുള്ള LED സ്ക്രീനിന്റെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. വളരെ ട്രാൻസ്പെറന്റ്, വേറെ ഗ്ലാസ് പോലെ. ഈ ഒരു TV, ഒരു ക്യാമറയ്ക്കോ അല്ലെങ്കിൽ TV-യിലെ ലൂടെയോ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹത്തിന് മാത്രം മുൻപിൽ തെളിഞ്ഞു വരത്തക്ക നിലയിലുള്ള സ്ക്രീൻ മുൻപിൽ തെളിഞ്ഞു വരികയും അത് ട്രാൻസ്പെറന്റ് ആണ്. അതിലിങ്ങനെ പ്രസംഗങ്ങൾ, ഈ അക്ഷരങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും. അത് നോക്കി വായിച്ചാൽ മതി. പക്ഷേ നമുക്ക് തോന്നും മനഃപ്പാഠമാക്കി ഇത്ര ഗംഭീരമായ പ്രസംഗം നടത്തുകയാണെന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ഇപ്പോൾ ടെക്നോളജി അത്ര വളർന്നുകൊണ്ട് അങ്ങനെ വരെ ഉണ്ടായി. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പം പല ആളുകളും, വലിയ വലിയ പ്രഭാഷകരൊക്കെ, വലിയ വലിയ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ പോലുള്ള ആളുകളൊക്കെ പ്രസംഗങ്ങൾ എഴുതി തയ്യാറാക്കി പ്രസംഗിക്കുന്ന രീതി നമുക്കറിയാം. അപ്പോൾ തെറ്റാതെ അവരുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു പിഴവുണ്ടാകാതെ, നാക്കുപിഴവുണ്ടാകാതെ, വാക്കുകൾക്ക് പിഴവുണ്ടാകാതെ, അവർ വാക്കുകൾ പരതാതെ അല്ലെങ്കിൽ തപ്പാതെ, ഇങ്ങനെ വാക്ക് കിട്ടാൻ വേണ്ടി ശ്രമം നടത്താതെ അവർക്ക് സുഖകരമായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ എഴുതി കൂട്ടി തയ്യാറാക്കിയാൽ. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഈ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, അദ്ദേഹം മരിച്ചുപോയി, ദാസൻ തോമസ് ഫിലിപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ വീട്ടിൽ പോയിരുന്ന് എഴുതി. then ഇടയ ശുശ്രൂഷ സഹായി എന്ന് പറഞ്ഞാൽ, ഒരു ഇടയ ശുശ്രൂഷകൾ, കല്യാണം, മരണം, ശവടൊക്കെ, കൊച്ചിന്റെ പേരിടിയില് ആലയ സമർപ്പണം തുടങ്ങി
കാർമ്മിക ശുശ്രൂഷകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നതിനൊരു ഗൈഡാണ്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ താമസിച്ച് അദ്ദേഹം പോകുന്ന ഇടങ്ങളിലൊക്കെ എന്നെയും കൊണ്ടുപോയി അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷ കണ്ട് എഴുതിയെടുത്ത് നല്ല ഭാഷയിൽ കൃത്യമായിട്ട് ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എന്നോട് നേരിട്ട് പറയും, നേരത്തെ പ്രസംഗമുണ്ട്, അദ്ദേഹം ഒരിക്കൽ പോലും പ്രസംഗം കാണാതെ പഠിക്കുകയൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല. അദ്ദേഹം എല്ലാ പ്രസംഗവും എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫുട് നോട്ട് ഉണ്ടാക്കി ആ എഴുതി വെച്ച് അങ്ങ് വായിച്ചു വിടുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം എങ്ങനെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കുന്ന പ്രസംഗത്തിന്റെ ഗുണം, നമുക്ക് പ്രാരംഭങ്ങളിൽ നമ്മൾ നല്ല പ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭത്തിൽ ഈ നോട്ടുകൾ ഇങ്ങനെ പ്രസംഗം ഇങ്ങനെ എഴുതി പോയി അതിന്റെ ഉദാഹരണങ്ങള്, ഉപയോഗിക്കേണ്ട വാക്യങ്ങള്, ശബ്ദം നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്ന് വേണ്ട എല്ലാ കാര്യവും നമുക്ക് എഴുതി വെച്ചിട്ട് അത് നോക്കി പ്രാക്ടീസ് ചെയ്ത് പ്രസംഗിക്കുന്നത് തെറ്റില്ല. അതൊരു നല്ല കാര്യമാണ്. ഇത് ശ്രദ്ധിക്കുക. രണ്ടാമത്, മനഃപ്പാഠമാക്കിയ പ്രസംഗം. ഈ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വായിക്കുമ്പോൾ ഒരു അരോചകം തോന്നിയേക്കാം, എന്നാൽ ചില ആളുകൾ ഇത് വായിച്ചു വിട്ടാൽ പ്രസംഗിക്കുന്ന പോലെ തന്നെയും തോന്നും. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രസംഗം മനഃപ്പാഠമായി എഴുതി ഉണ്ടാക്കി പ്രസംഗിക്കുന്ന പ്രസംഗം മനഃപ്പാഠ പ്രസംഗമാണ്. ഇത് എഴുതി തയ്യാറാക്കി പ്രസംഗ സമയത്ത് വരെ മെമ്മറൈസ് ചെയ്ത് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്ന രീതി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ എഴുതി കൊടുക്കുന്ന പ്രസംഗം കാണാതെ പ്രസംഗിക്കുന്ന ഒരു രീതിയുണ്ട്. ആ പ്രസംഗം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പറയുന്ന ഒരു പ്രസംഗ രീതി. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടിക്കടുക്കായി ഇങ്ങനെ എഴുതി വെച്ചത് ഇങ്ങനെ മനഃപ്പാഠം പഠിച്ച് ഇങ്ങനെ പറയും. ചില സമയങ്ങളിൽ എവിടെയെങ്കിലും മറന്നു പോയാൽ പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു ഗതികേട് ഉണ്ടാകും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇപ്പോൾ പൊതുവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. മൂന്നാമതും വാചാപ്രസംഗം അഥവാ എസ്പെക്ടോറിയനസ് എന്ന് പറയുന്ന പ്രസംഗം. വാചാപ്രസംഗം എന്ന് പറഞ്ഞാൽ, വാചാപ്രസംഗത്തിൽ ഈ വിഷയം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഭാഷാശൈലിയും അതുപോലെ തന്നെ പ്രയോഗങ്ങളും ഒക്കെ ആ അവസരത്തിൽ അങ്ങ് ഉപയോഗിക്കുക. പ്രസംഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഉപയോഗിക്കേണ്ട ആ ഭാഷാ രീതിയും ശൈലിയും പിന്നെ അവിടെ ഉപയോഗിക്കേണ്ട ഉദാഹരണങ്ങളോ മറ്റു കാര്യങ്ങളും ഒക്കെ തോട്ടുകളും ഒക്കെ ആ സന്ദർഭം അനുസരിച്ച് പറയുന്ന ഒരു രീതി. ഇതാണ് വാചാപ്രസംഗം അഥവാ എസ്പെക്ടോറിയനസ് എന്ന് സർമൻസ് എന്ന് പറയുക. ഇനി നാലാമത്തെ ഒരു പ്രസംഗ രീതി എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്റ്റസ് സർമൻ അഥവാ തൽക്ഷണ പ്രസംഗം എന്ന് പറഞ്ഞാൽ, പ്രസംഗത്തിന് ഒരു ഒരുക്കമൊന്നും ഇല്ലാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ചെന്ന് അങ്ങ് പ്രസംഗിക്കുന്ന രീതി. ഇതിന് നമുക്ക് ആവശ്യം നല്ല വായന, പദസമ്പത്ത്, അതുപോലെ തന്നെ ഈ ആശയങ്ങളുടെയും ചിന്തകളുടെയും ഒരു വലിയ കൂമ്പാരം നമ്മോടൊപ്പം സഞ്ചരിക്കണം, നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നാം പറയേണ്ട വിഷയത്തെ കൃത്യമായി അപഗ്രഥിച്ച് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സൈമൾട്ടേനിയസ്ലി വളരെ സമയബന്ധിതമായി പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അങ്ങനെ അതിന് പരന്ന വായന അങ്ങനെ ശീലിച്ച് വേണം അത്തരം പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി. നമ്മുടെയൊക്കെ പൊതുവിൽ നമ്മുടെയൊക്കെ ഇടയിൽ കേൾക്കുന്ന ഒരു രീതിയാണിത്. എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രസംഗമൊന്നുമല്ല, അത് വളരെ നുണയാണ്. കാരണം ഒരു പ്രസംഗം എപ്പോഴും നമ്മുടെ ബൈബിളിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യും, എഴുതി ഉണ്ടാക്കി വെച്ചേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സ്ഥിരം ഒരു സഭയിലെ ശുശ്രൂഷകനും ഞായറാഴ്ചയും പിന്നെ ഇടയോഗങ്ങളിലും സഹോദര സമാജത്തിനും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും വീട്ടു പ്രാർത്ഥനയ്ക്കും എന്ന് വേണ്ട എപ്പോഴും മെസ്സേജ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ വിരുന്നുകാരായി വരുന്ന ഈ പ്രഭാഷകരുണ്ട്, ഈ അതിഥി പ്രസംഗകര്, അവരുടെ കയ്യിൽ 2-3 പ്രസംഗം കാണത്തുള്ളൂ. ഒരു വർഷം 2 പ്രസംഗം, 2-3 പ്രസംഗം. അത് നല്ല ഉഗ്രം കാച്ചിക്കുറുക്കിയ വാക്കുകളും ആശയങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. അതിങ്ങനെ പറഞ്ഞ് തലമ്പിച്ച് കിടക്കുന്ന സാധനമാണ്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ രാഗി മിനുക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അപ്പം അത് വളരെ കൃത്യമായിട്ട് വളരെ നല്ല ഭാഷാശുദ്ധിയിൽ, നല്ല ഭാഷാ പ്രയോഗങ്ങളിൽ, നല്ല ശൈലീ ഭാവത്തില്, നല്ല നിലയിൽ അവതരണ ശൈലിയിലൊക്കെ അവതരിപ്പിക്കുമ്പം ജനത്തിനൊരു
ആഗ്രഹമുണ്ടാകും. അവർക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴും അതിഥി പ്രസംഗകരോടെ. കാരണം നമ്മുടെ ഭാഷ പ്രസംഗിച്ച് കേട്ട് 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 മടുത്ത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പുതിയ ചിന്തയുമായിട്ട് വരിക. പിന്നെ നമ്മുടെ ഒരു പൊതുവിലൊരു പ്രവണത ഇത്തരമുള്ള ആളുകളെ വിളിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുകയും പ്രോത്സാഹനം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചേ, ഈ നമ്മുടെ ആളുകളൊക്കെ ചിലപ്പോൾ പറയും, ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. എനിക്ക് വിരോധമില്ല, നല്ല കാര്യമാണ്, അങ്ങനെ പറയുന്നതിനോടും എനിക്ക് എതിർപ്പില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾ ഈ ഗ്രീക്കോ, പിന്നെ ദൈവാത്മാവ് ഗ്രീക്കിൽ സംസാരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ അതിന്റെ മൂലാർത്ഥങ്ങളോ അതിന്റെ പിന്നെ എബ്രായ പദങ്ങളോ ഇതൊന്നും എന്ത് ചെയ്യരുത് ദയവായി. അങ്ങനെ അബദ്ധം സംഭവിക്കരുത് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഈ ഒരാളെ പ്രസംഗിക്കാൻ നമ്മളെ വിളിച്ചാൽ നമ്മൾ ഈ ജനങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ ആ ഭാഷ പറയുന്നത് ശരിയല്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഗിമിക്കുകൾ എന്ന് പറഞ്ഞ അഭ്യാസങ്ങൾ. അപ്പം ബാക്കി വേറെ ഒരു ഭാഷയിൽ നല്ലൊരു ഭാഷയുണ്ട്, അതിനകത്ത് പക്ഷേ എൻ്റെ ഒരു ഞാൻ ഇന്ന് അധ്യാപകനായി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്ന ഭാഷയാണ്. അപ്പം ഈ ഗിമിക്കുകൾ ഉണ്ടാക്കാൻ പാടില്ല. എന്തെല്ലാം ഗിമിക്കുകൾ പറഞ്ഞാണ് ആളുകളെ വശീകരിക്കുകയും പിന്നെയും ഇനി ശ്രദ്ധിച്ചു നിങ്ങൾ, ഞാൻ ഈ പ്രസംഗ വിഷയമായിട്ട് പറയാം. എല്ലാ പ്രഭാഷകരെയും നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ചർച്ചയിൽ വരുന്നത് അവരുടെ എല്ലാവരുടെയും പ്രസംഗത്തിന്റെ ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു 25% അടുത്ത വർഷവും ഈ പ്രസംഗകനെ തന്നെ വിളിക്കാനുള്ള ഒരു മരുന്ന്, ഒരു വഴിമരുന്ന് അവരിടും. അതിന് പാസ്റ്ററെ ഒന്ന് പൊക്കും, വിശ്വാസികളെ ഒന്ന് പൊക്കും, ഇവിടെ സാഹചര്യം ഒന്ന് പൊക്കും, ഇവിടെ അതേതെങ്കിലും അച്ഛൻ അവിടെ ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും തരത്തിൽ അത് പ്രധാനപ്പെട്ട ആളാണെന്ന് തോന്നിയാൽ ചെയ്യും, അവരെ ഒന്ന് പൊക്കും. പിന്നെ ഇല്ലാത്ത സദ്ഗുണങ്ങളും ദുർഗുണങ്ങളെല്ലാം മറന്നിട്ട് സദ്ഗുണങ്ങൾ മാത്രം പറയും. മാത്രമല്ല, ഞാൻ ഇന്നലെ കൊങ്ങാണ്ടൂരായിരുന്നു, അവിടെ ഇത് ഇന്ന സംഭവിച്ചു, എന്റെ ശുശ്രൂഷ ഇന്നയാൾ സംഭവിച്ചു, ഇന്ന് സംഭവിച്ചു. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. കൊങ്ങാണ്ടൂരോ കൊടുങ്ങൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ എന്ത് സംഭവിക്കുന്നു എന്നല്ല, ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മുടെ നാളുകളിലേക്ക് നമ്മുടെ റിസർവേഷന് വേണ്ടിയുള്ള ഒരു വഴിമരുന്നായി ഉപയോഗിക്കാതെ ഇന്ന് നമ്മളിലൂടെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ ഒരു വലിയ ആശ്വാസം ആർക്കെങ്കിലും ഉണ്ടായി, ഒരു വിടുതൽ ഉണ്ടായെങ്കിൽ നാളെ നമ്മളെ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇനി ശ്രദ്ധിച്ചോണം, നമ്മുടെയൊക്കെ സഭകളിൽ വരുന്ന എല്ലാ പ്രഭാഷകരെയും നമ്മൾ സാഗൂതം വീക്ഷിച്ചാൽ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ കാണാൻ കഴിഞ്ഞൊരു കാര്യം, അവരെ ചെയ്ത ഈ വീര ഇതിഹാസ കഥകളുടെ ഒരു വലിയ ഭാണ്ഡം കെട്ട് അവർ തുറന്ന് ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അങ്ങ് ഇടും. ചിലർക്ക് അബദ്ധം സംഭവിക്കാറുണ്ട്. ഞങ്ങള് കൂടി ഒരു മിഷൻ കോൺഫറൻസിൽ ഒരു സായിപ്പ് ഇവിടുന്ന് വന്നു, അമേരിക്കയിൽ നിന്ന്. അദ്ദേഹം ആദ്യമേ ഈ തമിഴ്നാട്ടിൽ പോയിട്ടാ വന്നത്. തമിഴ്നാട്ടിലൊക്കെ ചെന്നപ്പം അവിടുന്ന് കുറെ പേരുകൾ പുള്ളി മണപ്പാടം പിടിച്ചു. അദ്ദേഹം ഭയങ്കര ശുശ്രൂഷയാ ചെയ്യുന്നു. പേര് വിളിച്ച് പ്രവചനം പറയുക, പേര് വിളിച്ച കാര്യങ്ങൾ പറയുക. അപ്പൊ അവിടെ ചെന്നപ്പോൾ പുള്ളി ഒരു 10-15 പേര് പഠിച്ചു. പാണ്ഡ്യൻ, മുത്തുലിംഗം, രാജമ്മാൾ, രാമനായക്കം എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകൾ, പാണ്ഡ്യൻ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ ഇങ്ങനെ പഠിച്ചു. അപ്പം അവിടെ ഈ പേരുകളൊക്കെ വിളിച്ചപ്പോൾ അവിടെ ആൾക്കാർ എഴുന്നേറ്റ് എന്ന് കൈപൊക്കുന്നു, അവരെ മുമ്പോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നു, അവരോട് പ്രവചനം പറയുന്നു, ദൂത് പറയുന്നു, എല്ലാം പറയുന്നു. പിറ്റേ ആഴ്ച പുള്ളി കേരളത്തിൽ വന്ന് തന്റെ ശുശ്രൂഷയിലെല്ലാം പാണ്ഡ്യനോട് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നു. പാണ്ഡ്യൻ മുൻപോട്ട് പറഞ്ഞു, രാജന്മാരോട് പറയുന്നു, മുത്തുലിംഗത്തോട് പറയുന്നു. ആരാ ഇവിടെ ഉള്ളത്? എല്ലാം മലയാളിയാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇവിടെയുള്ള എല്ലാം മലയാളി. പേര് മാറി. പുള്ളി ആകെ ഇവിടെ വരുമ്പോൾ പുള്ളി പഠിക്കണം, ചാക്കോ മൊത്തം പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ പുള്ളി പഠിച്ചു വെച്ചത് ഈ തമിഴ്നാട്ടിലെ പേര് തന്നെ ഇവിടെ അഴിച്ച്. അപ്പം ഒരു കുഞ്ഞുങ്ങളും മുമ്പോട്ട് വന്നില്ല. ഞാൻ ഈ പറഞ്ഞ താല്പര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ ഈ ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നും പറയാൻ നമ്മൾ എന്ത് ചെയ്യരുത്. നമ്മുടെ ശുശ്രൂഷ കൃത്യമായി നമ്മൾ ദൈവം തന്നത് ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നുകൊള്ളും. അതിനുവേണ്ടി ഒരു വ്യഗ്രത നടത്താൻ പാടില്ല എന്നുള്ളത് ഇനി ശ്രദ്ധിക്കുക. അപ്പം ഈ തൽക്ഷണ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഒരു സർവ്വസാധാരണമായ പ്രസംഗ ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നപ്പോ എന്നോട് ഇപ്പൊ കിട്ടിയതാണ്, ഓക്കെ, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ കിട്ടുന്നവർക്ക് അത് വലിയ കൃപയാണ്. കാരണം അങ്ങനെ ഒരു പ്രഭാഷണം ഇതുവരെയും വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുകയും അത് കൃത്യമായി പറയാനുള്ള ഒരു വലിയ അഭ്യാസനം, ശ്രദ്ധിക്കുക, അഭ്യാസനം സിദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. പക്ഷേ ഒരു നല്ല പ്രഭാഷകൻ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വിഷയാസ്പദമായി നമ്മൾ ഒരു പ്രഭാഷണം എങ്ങനെ തയ്യാറാക്കണം, അതാണ് നമ്മുടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഈ 4 പ്രഭാഷണ രീതികളും നമുക്ക് ഒരുപക്ഷെ
നമ്മുടെ ഈ ആരംഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രഭാഷണം ഒന്ന് പ്രസംഗിച്ച് പഠിക്കുന്ന ആരംഭങ്ങളിൽ ഒരുപക്ഷെ ഇത് ഉപകരിക്കാം. എന്നാൽ നമ്മളൊരു പ്രഭാഷകനായി മാറണം എന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വിഷയാസ്പദമായ ആ രീതിയിൽ പ്രത്യേകമായ ഒരു പ്രസംഗത്തിന്റെ രീതി, സിസ്റ്റമാറ്റിക്കായി ഒരു പ്രസംഗ രീതി ഉണ്ടാക്കി അത് ഫോളോ ചെയ്ത് വേണം നമ്മൾ പ്രസംഗിക്കുവാൻ വേണ്ടി. ശ്രദ്ധിക്കുക, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പം നമ്മള് അപ്പം മറ്റൊന്നും അങ്ങനെ പ്രസംഗിക്കുന്ന തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല, പ്രസംഗം എങ്ങനെയും പറയാം, അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ പ്രഭാഷകൻ പ്രസംഗത്തോട് നീതി പുലർത്തണമെങ്കിൽ, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വാക്ക്, തന്റെ പ്രഭാഷണത്തോട് നീതി പുലർത്തണമെങ്കിൽ നിശ്ചയമായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിലുള്ള വ്യവസ്ഥാപിതമായ പ്രസംഗ ശാസ്ത്ര രീതിയെ അനുധാവനം ഫോളോ ചെയ്യണം. ഇതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒന്ന്, എസ്തറ്റിക്കൽ സെർമൺ. ഒന്നാമത് വിഷയാധിഷ്ഠിതമായ ഭാഷാപരമായ പ്രസംഗം, എസ്തറ്റിക്കൽ സെർമൺ. സ്പെല്ലിംഗ് എഴുതിക്കോ, EXEGETICAL. എസ്തറ്റിക്കൽ സെർമൺ, EXEGETICAL. ശ്രദ്ധിക്കാം. ഇത് വേദപുസ്തക വ്യാഖ്യാനപരമായ പ്രസംഗ രീതിയാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനപരമായ രീതി എന്ന് പറഞ്ഞാൽ വേദപുസ്തക പാഠത്തെ, ടെസ്റ്റിനെ അധിഷ്ഠിതമാക്കി രൂപപ്പെടുത്തിയ പ്രസംഗശാസ്ത്ര രീതിയാണ്. ടെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ പ്രസംഗ രീതി എന്ന് പറഞ്ഞാൽ ഓരോ വാക്യങ്ങളുടെയും ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിലെ പ്രധാന പദങ്ങളെയും പ്രയോഗങ്ങളെയും വിലയിരുത്തി പ്രസംഗിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. ഓരോ വാക്യങ്ങളെയും പ്രധാന പദങ്ങളെയും ആശയങ്ങളെയും എന്താണെന്ന് മനസ്സിലാക്കി അതിനെ വിലയിരുത്തി പ്രസംഗിക്കുന്ന രീതി. മനസ്സിലായോ? അപ്പം വേദപുസ്തകത്തിലെ ഒരു ടെസ്റ്റ്, ഒരു വാക്യം, ഓരോ വാക്യങ്ങളുടെയും ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിലെ പ്രധാന പദങ്ങളുടെയും പ്രയോഗങ്ങളെയും വിലയിരുത്തി പ്രസംഗിക്കുന്ന പ്രസംഗ രീതിയാണ് എസ്തറ്റിക്കൽ സെർമൺസ് അഥവാ ഭാഷ്യപരമായ പ്രസംഗ ശാസ്ത്ര രീതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 23-ാം സങ്കീർത്തനം നമുക്കറിയാം. 23-ാം സങ്കീർത്തനം മനഃപ്പാഠമായി അറിയാൻ പാടില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. അപ്പം അതൊരു പ്രസംഗ വിഷയമായി നമ്മൾ എടുക്കുക. 23-ാം സങ്കീർത്തനത്തിന്റെ ഒരു പാഠം. അപ്പം അതിലെ ഒരു വാക്യം എടുത്ത് അതിന്റെ ഭാഷ്യം, ആശയരീതി, അതിന്റെ പ്രയോഗ രീതി എന്താണെന്ന് മനസ്സിലാക്കി പ്രസംഗിക്കുക. അതിലെ പ്രയോഗങ്ങള്, വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കും. വടിയുടെ പ്രയോഗം എന്താണ്? കോലിന്റെ പ്രയോഗം എന്താണ്? ഇത് ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണോ, അതോ സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ, അതോ വിശപ്പ് തീർക്കാൻ വേണ്ടിയാണോ, അതോ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകാൻ വേണ്ടിയാണോ? ഇടയന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ആട് എത്ര തരത്തിലുണ്ട്, എങ്ങനെയൊക്കെയാണ്? ആട് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ആടിന്റെ സ്വഭാവ രീതി എങ്ങനെയാണ്? ഇതിന്റെ സഞ്ചാരമാർഗം എങ്ങനെയാണ്? ഇത് തുടങ്ങിയും ആടും ഇടയനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു നിസാര കാര്യമാണ്. നമ്മൾ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും, ഈ വാക്യമാണെങ്കിൽ പോലും ആ പാഠത്തിന്റെ ആശയത്തെയും പ്രയോഗത്തെയും മനസ്സിലാക്കി വിശാലമായി പ്രസംഗിക്കാൻ കഴിയുന്ന പ്രയോഗ രീതികളെയൊക്കെ വിശാലമാക്കി പ്രയോഗിക്കാൻ കഴിയുന്ന രീതി. ഇതിന്റെ പ്രയോജനം അറിയാമോ? പ്രയോജനം, ഓരോ വാക്യത്തിന്റെ അർത്ഥം കേൾവിക്കാരനെ പെട്ടെന്ന് മനസ്സിലാക്കി ആ വിഷയത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രസംഗം എപ്പോഴും ലളിതമായിരിക്കണം, സുന്ദരമായിരിക്കണം, ഭാഷാപരമായി സൗകുമാര്യമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ളതായിരിക്കണം. ഒപ്പം തന്നെ ഭാഷാശൈലി, പിന്നെ പ്രയോഗശൈലികൾ, പിന്നെ ഉപയോഗിക്കുന്ന ആശയങ്ങൾ,
പറയുന്ന ചിന്തകൾ ഒക്കെ ഏറ്റവും പുതിയതായിരിക്കണം. ഇന്നലകളിൽ നമ്മൾ ഉപയോഗിച്ച വാക്ക് അതേ പ്രസംഗം തന്നെ നാളെ ഒരിടത്ത് പറയുമ്പോൾ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ലെങ്കിൽ പോലും, ആശയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഒരു പുതിയ ചിന്ത അതിൽ നിന്ന് പറയാനുള്ള ശ്രമം നമ്മൾ നടത്തും. അതിന്റെ അർത്ഥം കടിച്ചാ പൊട്ടാത്ത വാക്ക് പറയണമെന്നോ, പിന്നെ ഈ ഈ ഈ പ്രസംഗം എപ്പോഴും സുന്ദരമാകണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ എന്താണ് പറയാ, ഈ പ്രയോഗങ്ങളിൽ ഒരുപാട് കത്തരി കർമ്മണി പ്രയോഗങ്ങൾ ഉപയോഗിക്കുക, അതൊക്കെ നിങ്ങൾ നാളത്തിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. അതുപോലെ തന്നെ ഈ പ്രയോഗശൈലി കായ് തുടങ്ങി അങ്ങനെ കാ കൊണ്ട് മാത്രം പ്രസംഗിക്കുകയോ അങ്ങനെ ഒന്നും വേണമെന്നൊന്നുമില്ല. എങ്കിലും കേൾവിക്കാരന് കേൾക്കാൻ ഒരു സുഖമുണ്ടാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രസംഗകരിൽ ശ്രോതാക്കളുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഈ കേൾവിക്കാരിൽ വളരെ അത്യാവശ്യമായി എനിക്ക് ദൈവത്തിന്റെ വചനം കേട്ടേ മതിയാകൂ, അത് എന്നോട് തന്നെ സംസാരിച്ചേ മതിയാകൂ, ഇന്ന് എനിക്കൊരു വിടുതൽ പ്രാപിച്ചേ മതിയാകൂ, എന്നോട് തന്നെ സംസാരിക്കണം എന്നൊക്കെ വളരെ അദമ്യമായ ആഗ്രഹമുള്ള ഒരു 5% ആളുകളെങ്കിലും അതിനകത്തുണ്ടാകും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. ബാക്കി 95% ആൾക്കാർക്കെങ്കിലും അവരുടെ ഒരു വ്യക്തി ആരാധനയുണ്ടല്ലോ പ്രഭാഷകരോട്. ഈ പ്രഭാഷകരോടൊക്കെ പ്രിവിലേജ് ഭയങ്കര കേട്ടോ. അവരുടെയിലാണ് 2.5 മണിക്കൂർ സ്റ്റേജും നയിക്കും. അവർക്ക് എന്തും പറയാന്നുള്ള ഒരു ധാരണയിലാണ് ആൾക്കാരെല്ലാം പറയുന്നത്. പ്രതിപക്ഷ ബഹുമാനമൊന്നുമില്ലാതെ മറ്റു മതങ്ങളെയും ഇകഴ്ത്തുകയും നമ്മളെ പുകഴ്ത്തുകയും നമ്മുടെ വീട്ടിലിരിക്കുന്ന സോർട്ട്ലെസ് അല്ലെങ്കിൽ കല്ലും കട്ടയും ഇല്ലാത്ത അരി അത് പവിഴത്തിന്റെ ആണെന്നും അല്ലെങ്കിൽ നിറവറയുടെ ആണെന്നും അതിനകത്ത് മറ്റൊരു മായവുമില്ലെന്നും ബാക്കിയിരിക്കുന്ന എല്ലാ ചാക്കുകളും റേഷൻ കടയിൽ നിന്ന് പിന്നെ പച്ചരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും അതിന്റെ കൂടെ ഒരു വെള്ള അരി അല്ലേ സർക്കാർ പറയുന്ന കൂട്ടം നല്ല അരി, അതെന്തോ എന്തോ ഒരു വൈറ്റമിൻ ഇടുന്നതാണെന്നാ പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം കല്ലും കട്ടയും ഉള്ളതാണെന്നൊക്കെ എന്ത് ചെയ്യാം വെച്ചെടുത്തുമ്പം ഓർത്തോണം. അപ്പൊ നമ്മളെ സഞ്ചിക്കാത്തിരിക്കുന്ന നമ്മുടെ പൂണിയിലുള്ളത് മാത്രമേ നല്ലത് എന്നുള്ള ഒരു ശ്രമം അല്ല, മറിച്ച് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി വളരെ വളരെ ആദരവോടുകൂടി നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അത്രത്തോളം ബഹുമാനത്തോടു കൂടി വേണം അവരെ സ്വീകരിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചേ, ഞാനൊരു കാര്യം തുറന്നു പറയാം, ഒരു പ്രഭാഷകൻ എപ്പോഴും അവന്റെ ഭാഷയെ അവനെ തന്നെ അവരുടെ നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. എന്റെ അമ്മാച്ചനോ എന്റെ കുഞ്ഞമ്മയോ അവിടെ മക്കളോ എന്റെ അമ്മാവന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ പിള്ളേരോ അതിനകത്ത് കണ്ടേക്കാം എന്നാൽ 95% എനിക്ക് പുലബന്ധമില്ലാത്ത ആളുകളായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ബന്ധത്തിൽ സഹോദരനും സഹോദരിയും ഒക്കെയാ. രക്തബന്ധം ഒരു തരത്തിലും ഇല്ലാത്ത ആളുകളാ എന്ത് ചെയ്യാ എന്നെ കേൾക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവകാശം പറയാനും എനിക്ക് പ്രയോഗശൈലിയിൽ എനിക്ക് ഉപയോഗിക്കാൻ വെക്കുന്ന ഭാഷയ്ക്കൊക്കെ ഒരു പരിമിതിയും ഉണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയോഗങ്ങളിൽ നീ, പിന്നെ ഏകവചനം, പിന്നെ നീ, നിന്റെ, ഓടാ, പിന്നെ എന്ന നിലയിലുള്ള പ്രസംഗമൊക്കെ എന്ത് ചെയ്യണം, അതിനൊക്കെ നമ്മൾ ബഹിഷ്കരിക്കണമെന്നാണ് എൻ്റെ പക്ഷം. കാരണം നമ്മുടെ ശ്രോതാക്കള് ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്, കേൾവിക്കാരെന്ന് പറയുന്ന ഒരു സമൂഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രഭാഷകൻ എന്ന് പറയുന്ന ഈ കുപ്പായം അണിയാൻ എനിക്ക് യോഗ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം തന്നെ, പദങ്ങളെല്ലാം തന്നെ വേദവാക്യമായി എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോട് അവരെ ചേർത്ത് പിടിക്കുന്ന വ്യക്തികളായി മാറണം ഓരോ പ്രഭാഷകരും. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞല്ലോ ഒരു 5% എന്നോട് എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്ന, എന്ന് പറഞ്ഞാൽ അത്രയും തകർന്നു പോയ ആളുകൾ അതിനകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി അവരുടെ മനസ്സിൽ ചെന്നലയ്ക്കാനും അവരുടെ കണ്ണവിടങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കാനല്ല, അതിലൂടെ അവരുടെ മനസ്സോട് കൃത്യമായി സംസാരിക്കുവാൻ ഓരോ വിഷയത്തിലും കഴിയണം. എങ്കിൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം, അവർക്ക് ഒരു ആശ്വാസം ഉണ്ടായി എന്ന് അവർക്ക് തോന്നലുണ്ടായുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എസ്തജറ്റിക്കൽ അഥവാ
ഭാഷ്യപരമായിരിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരാശയത്തെയും ഒരു വാക്യത്തെയും നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിന്റെ പ്രയോഗത്തെ മനസ്സിലാക്കി പറയുമ്പോൾ കേൾവിക്കാരന് ഓരോ പദങ്ങളുടെയും ഓരോ വാക്യങ്ങളുടെയും അർത്ഥം കൃത്യമായി മനസ്സിലാക്കി നന്നായി ഗ്രഹിച്ച് മുൻപോട്ട് പോകാൻ ഇടയായിത്തീരും. എന്നാൽ നമുക്ക് തോന്നും ചിലപ്പം ഒരു ക്രമമില്ലാത്ത ക്രമരഹിതമായ രീതിയിലുള്ള ഒരു പ്രസംഗ ശൈലിയാണോ എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ കൃത്യമായി ഇതൊരു ഒരു സമാന്തരത്വം അഥവാ ഈ പാരലലിസം എന്ന് പറയുന്ന നിലയിൽ ഒരേ തരത്തിലുള്ള രീതിയിൽ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ തോന്നിയേക്കാം ഇതിനകത്തൊരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണോ എന്നൊക്കെ തോന്നിയേക്കാം. എങ്കിലും ഈ പ്രസംഗ രീതിയുടെ അഥവാ എസജറ്റിക്കൽ ഭാഷ്യപരമായ പ്രസംഗത്തിന്റെ ഗുണം എന്ന് പറയുക കേൾവിക്കാരനുമായി ശ്രോതാക്കളുമായി വേഗത്തിൽ സംവേദനം ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഈ ക്രയവിക്രയം നടത്തും. നമ്മുടെ ആശയങ്ങൾ കൊടുക്കുന്നു, അവരുടെ പ്രതികരണങ്ങൾ സ്വീകരിക്കുന്നു. നമ്മളൊരു വലിയ കച്ചവടത്തിലാണ്. നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ ക്രയവിക്രയം കൃത്യമായി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രസംഗം നന്നായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ശ്രദ്ധിച്ചേ. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം. ഈ പ്രസംഗത്തിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തുടർച്ചയായി നമുക്ക് ഇതിന്റെ അനുബന്ധമായ പ്രസംഗങ്ങൾ ചേർത്ത് പ്രസംഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് 23 പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ 123 പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ 521 പ്രസംഗം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ വാക്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ഭാഷ്യാപരമായ എസ്തജറ്റിക്കൽ പ്രസംഗശാസ്ത്ര രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നെങ്കിൽ ആശയങ്ങൾ അർത്ഥം മനസ്സിലാക്കി ഭാഷയുടെ വിവരണങ്ങൾ, അതുപോലെ വാക്യത്തിന്റെ അർത്ഥമറിഞ്ഞുള്ള വിശദീകരണങ്ങൾ, ഇത്തരത്തിൽ ഈ പ്രസംഗ രീതി ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പ്രഭാഷണങ്ങൾ അനുബന്ധമായി പറഞ്ഞു പോകാൻ കഴിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രമം തെറ്റിയോ ക്രമരഹിതമായിട്ടോ ഇത്തരം കാര്യങ്ങൾ എന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വാക്യത്തിന്റെയും സബ് ടൈറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന വടി, പിന്നെ സംരക്ഷിക്കുന്ന വടി. ബൈബിളിൽ ഒരുപാട് വാക്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനൊരു സബ് ടൈറ്റിൽ കൊടുത്ത് പ്രസംഗം നമുക്ക് കൊണ്ടുപോകാം. പിന്നെ കോല് എന്തിനു വേണ്ടിയാണ്, എന്തിനാണ് വടി, എന്തിനാണ് കോല്, പിന്നെ ആരാണ് ഇടയൻ, ഇടയന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഒന്നാമത്തത് ഈ ഭാഷ്യപരമായ പ്രസംഗം അഥവാ എസ്തജറ്റിക്കൽ സെർമൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വല്ല മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തത് ടോപ്പിക്കൽ സെർമൺ, TOPICAL, ടോപ്പിക്കൽ സെർമൺ. ടോപ്പിക്കൽ സെർമൺ, വിഷയാധിഷ്ഠിത പ്രസംഗം. വിഷയാധിഷ്ഠിത പ്രസംഗം, ടോപ്പിക്കൽ സെർമൺ. ഈ ടോപ്പിക്കൽ സെർമൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തുന്ന പ്രസംഗം. ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി രൂപപ്പെടുത്തുന്ന പ്രസംഗമാണ് ടോപ്പിക്കൽ സെർമൺ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്നേഹം, കരുണാദയ, പിന്നെ പരോപകാരം, അല്ലെ, ക്രിസ്തുവിന് നിസ്തുലത തുടങ്ങി ഏതെല്ലാം വിഷയങ്ങൾ നമുക്ക് എടുക്കാമോ അതെല്ലാം നമുക്കുണ്ടാകും. ഇതിന്റെ ഗുണം യുക്തിസഹജമായ ക്രമീകൃതമായ വിഷയങ്ങൾ ചേർത്ത് വെച്ച് അടുക്കടുക്കായി നമുക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, നിസ്തുലനായ ക്രിസ്തുവിന്റെ നിസ്തുലത, അതാണ് ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം. നമ്മളെല്ലാ പ്രഭാഷണങ്ങൾ നടത്തിയാലും, ഏത് പ്രഭാഷണം എപ്പോൾ നടത്തിയാലും അതിനകത്ത് കൃത്യമായിരിക്കുന്ന ഒരു ഒരു വിഷയം ഉണ്ടാവണം കേട്ടോ. ഒരു വിഷയം, ടൈറ്റിൽ ഉണ്ടാവണം എല്ലാ പ്രസംഗത്തിനും. നമ്മളുടെ എല്ലാ പ്രസംഗത്തിനും ഈ പ്രസംഗ വിഷയത്തിന് മത്സരത്തിന് പ്രസംഗിക്കുന്നവരെങ്കിൽ പോലും നമുക്കത് പറയുന്നത് തെറ്റൊന്നുമില്ല. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിന്റെ സന്ദേശം തലക്കുറി അല്ലെങ്കിൽ തലക്കെട്ട്, പ്രഭാഷണത്തിന്റെ വിഷയം, സന്ദേശത്തിന്റെ തലക്കെട്ട്, ടൈറ്റിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കാം.
അപ്പം വിഷയാധിഷ്ഠിതമായ ടോപ്പിക്കൽ സർമൺ ഉണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് ക്രിസ്തുവിന്റെ നിസ്തുല്യത എന്ന വിഷയം, ക്രിസ്തുവിന്റെ നിസ്തുല്യത, നിസ്തുലനായ ക്രിസ്തു, അപ്പൊ അതിനൊരു നമുക്കൊരു വാക്യം കണ്ടുപിടിക്കണം. പിന്നെ എന്താണ് ക്രിസ്തുവിന്റെ നിസ്തുലത എന്ന് പറയുന്നത്, എന്താണ് നിസ്തുലതയ്ക്ക് കാരണം, പിന്നെ അത് എങ്ങനെയാണ് ക്രിസ്തു നിസ്തുലനാകുന്നത്, പിന്നെ ക്രിസ്തുവിന്റെ നിസ്തുലതയുടെ കാരണങ്ങൾ എന്താണ്, അതോടൊപ്പം തന്നെ ലോകത്തിന് മറ്റ് ചേർത്ത് വെക്കാൻ കഴിയുന്ന ലോകത്തിന് മറ്റ് അവതാരങ്ങളുടെ ഒരു പട്ടിക നിരത്തുക, അവരിൽ നിന്നും എന്താണ് നിസ്തുലനായ ക്രിസ്തു നിസ്തുലനാകാനുള്ള യോഗ്യത എന്തൊക്കെയാണ്, പിന്നെ ഈ നിസ്തുലനായ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ അനുധാവനം ചെയ്യുന്നവർക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയും ഉണ്ട്. നമ്മളെല്ലാ പ്രഭാഷണങ്ങളിലും ഒരു ഒരു നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പോലെ ഒരു ചോദ്യങ്ങളിലോ ഉത്തരങ്ങളോ ഒക്കെ പറയാൻ നല്ലതാണെങ്കിൽ പോലും എല്ലാ ശ്രോതാക്കളിലും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ട് ഒരിക്കൽ പോലും നിർത്താൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, പ്രഭാഷകരെല്ലാവരും തങ്ങളുടെ പ്രസംഗത്തിൽ ഒരു 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 ഊഹാപോഹം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു അരിഷ്ടിതാവസ്ഥ സൃഷ്ടിച്ച് കേൾവിക്കാരന് ഒരു കൺക്ലൂഷൻ ഇല്ലാതെ ഇത്ര നേരം പ്രസംഗിച്ചിട്ട് അതിനകത്ത് ഒരു പ്രതീക്ഷ ഇല്ലാതെ, ഒരു പ്രത്യാശ ഇല്ലാതെ, ഒരു ഉത്തരമില്ലാതെ, ഒരു മറുപടി ഇല്ലാതെ, ഒരു പരിഹാരമില്ലാതെ ഒരിക്കലും പ്രഭാഷകൻ തന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ OP ടിക്കറ്റ് എടുത്ത് 150 രൂപ എടുത്ത് ക്യൂ നിന്ന് അവിടെ ഇരുന്ന് ആകെ മുഷിഞ്ഞ് ഇനി വേണ്ട പോയേക്കാം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ പേര് വിളിക്കും. പേര് വിളിച്ചിട്ട് നമ്മുടെ രോഗം മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം കുറിക്കുക പാരസെറ്റമോൾ, പിന്നെ ബെനാഡൻ, അത് സിപ്ല കമ്പനിയുടെ തന്നെ വാങ്ങിച്ചു കേട്ടോ, പിന്നെ നെബുലൈസേഷൻ 2-3 പ്രാവശ്യം ചെയ്തേക്കണം. അതിന് കാർബോപ്ലസ് എന്ന് പറയുന്നൊരു പച്ച ഗുളിക കിട്ടും. അത് വാങ്ങിച്ച് കുട്ടോടെ ഉണ്ടെങ്കിൽ കുട്ടുണ്ടാക്കുന്നില്ലാത്ത കുടത്തിനകത്ത് വെള്ളം തിളപ്പിക്കുക, എന്ത് ചെയ്യുക, ഇതിടുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ ഈ പുക പോകുന്ന ഒരു സാധനം കിട്ടുമല്ലോ, അത് വാങ്ങിക്കുക, അതിനകത്ത് ഇടുക കേട്ടോ. പിന്നെ ചുമയുണ്ടോ? ചുമയുണ്ട്. കുത്തിയാണോ? കുത്താറില്ല, പിന്നെ വല്ലപ്പോഴും ചുമക്കും. അതിനൊരു മരുന്ന്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ലാതെ ചുമ്മാ നമുക്കറിയാവുന്ന കുറെ മരുന്നിന്റെ പേരും വാങ്ങിച്ചിട്ട് നമ്മുടെ 250 രൂപ പോയി നമ്മുടെ ഇറങ്ങിയിട്ട് എന്ന് പറയുന്നത് അറിയാമോ? ഇതൊക്കെയായിരുന്നു, ഇതൊക്കെ എനിക്കറിയാമായിരുന്നല്ലോ. നമ്മൾ ഈ ഏത് ഡോക്ടറെ കണ്ടാലും ഡോക്ടർ പറയും നമ്മുടെ മരുന്ന് ഈ കംപ്ലീറ്റ് രോഗത്തെ കേട്ടിട്ട് ഡോക്ടർ ഒരു വിധി നിർണ്ണയിക്കുക നമ്മൾ പറയും. ഡോക്ടറെ അന്നേരം നോക്കിക്ക്, എനിക്ക് ചിലവർക്ക് എന്ത് ചെയ്യാം, ആ കഴുത്ത കിടക്കുന്ന കുടൽ എന്ത് ചെയ്യാം, ദേഹത്തൊക്കെ ഒന്ന് വെച്ച് നമുക്ക് ചെറിയൊരു സന്തോഷവും ഒരു കുളിർമയും ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇക്ലയും ഒക്കെ ഉണ്ടാകണം അല്ലെ. നമുക്ക് ആകെ ഒരു നാണവും പിന്നെ ഒരു ചിരിയും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്നത്. ഡോക്ടർ പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ല കേട്ടോ, ഈ മരുന്ന് ഇന്നലെ കഴിഞ്ഞ ആഴ്ച കഴിച്ച മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു അല്ലേ, നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മറുപടികളുണ്ട്. ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മറുപടികളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനൂടെ ഇത് അല്ലെങ്കിൽ ഒരു ചിന്തയായിട്ട് പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഒരു 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 ശബ്ദം നമ്മൾ കേട്ടില്ല എന്ന് വെച്ച് നമ്മൾ കുറെ നാളായിട്ട് പ്രതീക്ഷിച്ചിട്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ല എങ്കിൽ ഓർത്തോണം, അതാണ് മറുപടി. നമുക്ക് അങ്ങനെ എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും? കുറെ നാളായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോട് പ്രാർത്ഥന, ഉപവാസത്തോട് ഉപവാസം. പക്ഷേ നമ്മൾ ഇതുവരെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി കിട്ടിയില്ല. ഒരു മറുപടി അതിനകത്തില്ല എങ്കിൽ ഓർത്തണം, അതാണ് മറുപടി എന്ന്. ശ്രദ്ധിച്ചേ, ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഈ ടെക്സ്റ്റുവൽ സർമൺ അല്ലെങ്കിൽ ഈ ടോപ്പിക്കൽ സർമണിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഈ ഈ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പരാജയമാണെന്ന് അവർ പ്രഖ്യാപിക്കും. കാരണം ദൈനംദിനം നമ്മുടെ തീന്മേശയിലും നമ്മുടെ മുമ്പിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിലും 100 കണക്കിന് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ
അല്ലെങ്കിൽ സർമൻസ് എത്ര പഴയതും പുതിയതുമായിട്ടുള്ളത്, കറണ്ട് നടക്കുന്ന ലൈവായിട്ടുള്ള എന്തെല്ലാം കാര്യം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സന്ദേശവുമായി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പറയാൻ ഒരു പ്രഭാഷകനായി നിയുക്തനാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായി ഒരു പുതിയ ചിന്തയെങ്കിലും ഒരു പുതിയ ആശയമെങ്കിലും അതിനോട് പറയാനുള്ള ശ്രമം നടത്തിയില്ല എങ്കിൽ നമ്മൾ അമ്പേ പരാജയമാണെന്ന് എന്ത് ചെയ്യും? ലോകം വിധി എഴുതും. നമുക്ക് പിന്നെ ഒരു പ്രോഗ്രാമും കിട്ടും, നമ്മളെ വിളിക്കത്ത് പോകില്ല. ഇനി ശ്രദ്ധിച്ചേ, ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ കാര്യം, കാരണം, അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങള്, പിന്നെ അത് എന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, ഇത് ആനുകാലികമായിട്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ സ്പിരിച്വൽ ആപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെയെല്ലാം നമുക്ക് ചിന്തിച്ച് കൃത്യമായിട്ട് വിഷയം അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു പ്രസംഗം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള പ്രസംഗത്തെയാണ് ടോപ്പിക്കൽ സെർമൺ എന്ന് പറയുക. ഇനി ശ്രദ്ധിക്കുക, ഇതിന് ഒക്കേഷണൽ പ്രീച്ചിങ് എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം, ഈ കാർമിക ശുശ്രൂഷകളിൽ എല്ലാം ടോപ്പിക്കൽ സെർമനാണ്. ശ്രദ്ധിക്കുക, കാർമിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പിന്നെ ശവസംസ്കാരം, പിന്നെ വിവാഹം, ഗൃഹപ്രവേശനം, പിന്നെ സ്നാനം, തിരുവത്താഴം തുടങ്ങിയ കാർമിക ശുശ്രൂഷകളിലെല്ലാം ടോപ്പിക്കൽ സെർമൺസ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശവസംസ്കാര ശുശ്രൂഷയിൽ മരണാന്തര ജീവിതമാണ് പ്രധാനപ്പെട്ട കാര്യം. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണാന്തര ജീവിതം എന്താണ്? മരണത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ടെത്തേണ്ട, അറിയേണ്ട ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണ്? അവന്റെ ലൈഫ് സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ സംബന്ധിച്ചൊരു വിഷയം സാധാരണ എല്ലാവരും ചെയ്യുന്നത്, ഈ മരണം എത്രയുണ്ട്, പിന്നെ മരണാന്തര ജീവിതം, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവി പ്രത്യാശ എന്താണ്, ഒരുവൻ ക്രിസ്തുവിനാകേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇതിന്റെ എല്ലാം ഒരു കൃത്യമായിട്ട് വളർന്നു കുറിച്ച് വളരെ വ്യവസ്ഥാപിതമായി ഉണ്ടാക്കിയ സെർമൺസ് ആണ് സാധാരണ ഇത്തരം ശുശ്രൂഷകളിൽ പറയുക. വിവാഹത്തിനാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? ദൈവം സ്ഥാപിച്ച മഹൽ സ്ഥാപനമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ വിവാഹത്തിൽ പുരുഷന്റെ കടമ എന്താണ്, സ്ത്രീയുടെ കടമ എന്താണ്, കുടുംബം എന്ന വ്യവസ്ഥിതിയിൽ ഇരുവരും പാലിക്കേണ്ട കർമ്മങ്ങൾ എന്താണ്, കടമകൾ എന്താണ്, ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായി ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സെർമനാണ് സാധാരണ ഈ ടോപ്പിക്കൽ സെർമൺ. ഇങ്ങനെ ഒക്കേഷണലി ഉണ്ടാക്കുന്ന എല്ലാ സെർമൺസും ടോപ്പിക്കൽ സെർമൺസ് ആണ്. തിരുവത്താഴാകട്ടെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയും, കൃത്യമായിട്ട് ആർക്കാണ് എടുക്കാൻ കഴിയുക, ആരാണ് യോഗ്യതയുള്ളവർ, ഈ അപ്പം എന്തിനെ കുറിക്കുന്നു, പിന്നെ വീഞ്ഞ് എന്തിനെ കുറിക്കുന്നു. അപ്പം അതിനെല്ലാം ഓരോ വിഷയത്തെ അടിസ്ഥാന ഒക്കേഷണലി പറയാൻ പറ്റുന്ന തരത്തിലുള്ള സെർമൺസ് ഈ ടോപ്പിക്കൽ സെർമൺസ് ആണ്. ഇനി മറ്റൊരു ഒരു പ്രധാന ബിബ്ലിക്കൽ പ്രീച്ചിങ്ങിന് ഈ ബയോഗ്രഫിക്കൽ പ്രീച്ചിങ്ങും സെർമൺസ് എന്നും ഈ ടോപ്പിക്കൽ സെർമൺസിനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉപവാസങ്ങളിൽ സ്ഥിരം പറയുന്ന പ്രസംഗങ്ങളിൽ ടോപ്പിക്കൽ സെർമൺസ് ആണ് കൂടുതൽ, പ്രത്യേകിച്ച് ബയോഗ്രാഫിക്കൽ സന്ദേശം. നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളിൽ പ്രസംഗിക്കുന്ന ബയോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ദാവീദ് ഇല്ലാത്ത ഒരു പരിപാടി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്കില്ല. 3 ദിവസമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഗോലിയാത്തും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും കൂടുതൽ. ഇല്ല എങ്കിൽ ഹാഗാരന്റെ കണ്ണീരില്ലാത്ത ഒരു ആഴ്ച നമുക്കുണ്ടോ? പിന്നെ അയ്യോ എനിക്ക് മിണ്ടാതിരുന്നുകൂടാ, യിരെമ്യാവിനെ കുറിച്ച് പറയാത്ത കാര്യമുണ്ടോ? അല്ലേ? അഹവ ആറ്റിന്റെ തീരം പറയാത്ത ദോഷങ്ങളുണ്ടോ? പിന്നെ യബ്ബേസിനെ കുറിച്ച് പറയാത്ത കാര്യങ്ങളുണ്ടോ? പിന്നെ ശമൂവേലിനെ കുറിച്ച് പറയാത്ത കാര്യങ്ങളുണ്ടോ? ഹന്നയെ കുറിച്ച് പറയാത്ത ഈ ഉപവാസ പ്രാർത്ഥനയുണ്ടോ? ഞാൻ പറഞ്ഞുണ്ടോ? അപ്പം ഈ ബിബ്ലിയോഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ കഥാപാത്രങ്ങളുടെ ജീവിത ഗ്രന്ഥികളായ മുഹൂർത്തങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ, അതും ടോപ്പിക്കൽ സെർമൺസ് തന്നെയാണ്. മനസ്സിലായോ? ദാവീദ്, മോശ, നോഹ, പിന്നെ പൗലൂസ്. അപ്പം ഇത്തരം ബൈബിൾ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം എടുത്തുകൊണ്ട് നമ്മുടെ ആനുകാലിക സംഭവങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ സന്ധിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെയും അതിന്റെ പരിഹാര മാർഗങ്ങളെയും നമുക്കൊരു പരിഹാര മാർഗമായി നിർദ്ദേശിക്കുകയും ഒപ്പം ദാവീദിനെയും ഇവരിലൂടെ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം സന്ദർശിച്ച സന്ദർഭങ്ങളെ നമ്മോടുള്ള ദൈവിക സന്ദേശങ്ങളായിട്ടും രൂപപ്പെടുത്തിയാണ് സാധാരണ ഈ ബിബ്ലിയോഗ്രാഫിക്കൽ അല്ലെ
ബയോഗ്രാഫിക്കൽ സെർമൺസിൽ പ്രസംഗിക്കാറുള്ളത് അല്ലേ? ഹാഗാറിന്റെയും കുഞ്ഞിന്റെയും കണ്ണീര് കണ്ട ദൈവം നിന്നെ കാണാതെ പോകത്തില്ല അല്ലെ? പറയാറില്ലേ? കേട്ടിട്ടില്ല? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വലിയ സന്തോഷം. ശരിയാണ്. ഹാഗാറ് ഞാൻ ശ്രദ്ധിച്ചേ, ഈ ഇത് പറഞ്ഞപ്പോ ഓർത്തപ്പോ എന്ന് പറഞ്ഞേക്കാം, ദൈവം ആദമനെ വിളിച്ചു അല്ലേ? തിരിച്ച് ആദം ദൈവത്തെ വിളിച്ച സന്ദർഭമുണ്ട് അല്ലേ? അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും ഈ തിരിച്ച് ആദം വിളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ദൈവത്തിന് കൃത്യമായിട്ടറിയാം ഈ ബൈബിളിന്റെ മനുഷ്യനുമായുള്ള ബന്ധം ആരംഭിക്കുമ്പോൾ, ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ആരംഭിക്കുമ്പോൾ ആ വ്യക്തിബന്ധത്തിന്റെ ഒരു വലിപ്പം ഒരു തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന് കൃത്യമായിട്ട് ആദം എവിടെയാണെന്ന് അറിയാം. കാരണം തന്റെ സൃഷ്ടിയാണ്, താൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ദൈവം അനാദിയായവനായതുകൊണ്ട്, സർവജ്ഞാനിയായതുകൊണ്ട് ദൈവത്തിന് അറിയാം. പക്ഷേ പാപം ചെയ്തു പോയ മനുഷ്യന് തന്റെ സംസർഗം നഷ്ടപ്പെട്ടു പോയപ്പം തിരിച്ച് ആദം എന്ത് ചെയ്യാ? തിരിച്ച് ദൈവത്തെ അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് വരുന്നിടത്ത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ദൈവത്തോട് റിപ്ലൈ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഞാൻ പറഞ്ഞ ആശയം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളുടെ ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പുതിയ ചിന്ത മുൻപോട്ട് വെക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഞാൻ ഇത് സാന്ദർഭികവശാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കൽ സെർമൺസിൽ നമ്മൾ പഠിച്ചത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കുക. ഒക്കേഷണൽ പ്രീച്ചിങ് അല്ലെ സെർമൺസ് എന്ന നിലയിൽ നമ്മൾ അതിനെ ടോപ്പിക്കൽ സെർമൺസിനെ കാണാൻ കഴിയും. പിന്നെ ബയോഗ്രാഫിക്കൽ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിക്കുന്ന പ്രസംഗം, അതിനെയും ടോപ്പിക്കൽ സെർമൺസ് എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഈ ടോപ്പിക്കൽ സെർമൺസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായ ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ പ്രസംഗം ഉണ്ടാക്കാൻ കഴിയും. വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? പുതിയ നിയമ അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ വിശാലമായ ഒരു സെർമൺസ് ഉണ്ടാക്കാം. അതിന് ടോപ്പിക്കൽ സെർമൺസ് രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. പിന്നെ ഈ അടിസ്ഥാനപരമായി നമ്മൾ സാന്മാർഗികമായിട്ട് അല്ലെങ്കിൽ ഞാനും സമൂഹവുമായി ബന്ധത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ പാലിക്കണം, പാലിക്കാതിരിക്കണം, എന്താണ് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം, അത്തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കണമെങ്കിൽ ഈ ടോപ്പിക്കൽ സെർമൺസ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, ധാർമ്മികമായ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ബൈബിൾ എങ്ങനെയാണ് നമ്മോട് സംവദിക്കുകയും നമ്മളത് സ്വീകരിച്ചിട്ട് സമൂഹത്തോട് എങ്ങനെ വർത്തിക്കണം എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ടോപ്പിക്കൽ സെർമൺസ് വഴി ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളിലൂടെയാണ്. നമുക്കൊരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു സാമൂഹികമായ പ്രതിബദ്ധതയുണ്ട്. അത് എന്താണെന്ന് കൃത്യമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് വിഷയാസ്പദമായി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായി വളരെ അടിസ്ഥാനപരമായി വിഷയത്തെ കീറിമുറിച്ച് അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വളരെ ലളിതമായിട്ടോ ഹ്രസ്വമായിട്ടോ സുദീർഘമായിട്ടോ ഘനമായിട്ടോ പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ ടോപ്പിക്കൽ സെർമൺസ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടോപ്പിക്കൽ സെർമൺസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ടെക്സ്റ്റുവൽ സെർമൺസ്. ടെക്സ്റ്റുവൽ സെർമൺ, TEXTUAL, ടെക്സ്റ്റുവൽ സെർമൺസ്. ഇതിനെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ലളിത പാഠാധിഷ്ഠിത രീതി എന്നാണ്. ലളിത പാഠാധിഷ്ഠിത രീതി. നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗം ഉണ്ടാക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രസംഗമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഈ മൂന്നാമത്തതാണ് ടെക്സ്റ്റുവൽ സെർമൺ അഥവാ ലളിത പാഠാധിഷ്ഠിത രീതി. എന്താ ഇത് അർത്ഥമാക്കുന്നത്? 1, 2 വാക്യം മാത്രം തെരഞ്ഞെടുത്ത് അതിൽ നിന്നും പ്രസംഗിക്കുന്ന രീതിയാണ്. ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ
ഒരു വാക്യം, 1-2 വാക്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്നും ഒരു പ്രസംഗം ഉണ്ടാക്കുന്ന രീതിയാണ്. ദൈർഘ്യം കുറഞ്ഞ ഈ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ദൈർഘ്യം കുറഞ്ഞ ടെസ്റ്റുകളിൽ നിന്നും നമ്മൾ അതിലുള്ള ആശയത്തെ ഊന്നി ഒരു പ്രഭാഷണം നടത്തുന്ന രീതിയാണ്. ഈ ശ്രദ്ധിച്ചേ, ഉദാഹരണം യോഹന്നാൻ 3:16. അതിനെ ബൈബിളിലെ ഏത് വാക്യം അടിസ്ഥാനപ്പെടുത്തി എത്രയോ പ്രസംഗം നമുക്ക് ഉണ്ടാക്കാം. ചെറിയ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവിടുന്ന് ലഭിക്കുന്ന വിഷയത്തിന്റെ ഈ ആശയങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ പ്രഭാഷണം ഉണ്ടാക്കുക. യോഹന്നാൻ 3:16 ആസ്പദമാക്കി നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഒന്ന്, മനുഷ്യന്റെ ദുരാവസ്ഥ. 3:16 ഇന്ന് ലഭിക്കുന്ന നമ്മളൊരു ലളിത ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടാക്കുക. ഒന്നാമത് നമ്മൾ പറയേണ്ടത് മനുഷ്യന്റെ ദുരാവസ്ഥ. അവന്റെ ദുരാവസ്ഥ എന്താണ്, അതിന് കാരണം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്, അതെങ്ങനെ സംഭവിച്ചു, ആരാൾ സംഭവിച്ചു, അതിന്റെ സംഭവിക്കാനുള്ള കാരണം, വീഴ്ച അല്ലെങ്കിൽ ദുരാവസ്ഥയ്ക്കുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ പാപാവസ്ഥയ്ക്കുള്ള കാരണം എന്താണ്, അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. 2, ഇങ്ങനെ പറയാൻ നമുക്ക് ആ ഒറ്റ വിഷയത്തെ മാത്രം എടുത്ത് പറയാൻ പറ്റുന്ന പ്രസംഗം. ഇനി മറ്റൊന്നും, ദൈവസ്നേഹം. എന്താണ് ദൈവസ്നേഹം? ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം സ്നേഹമാണോ? അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സ്നേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്താണ്? ആ സ്നേഹത്തെ നമുക്ക് ഈറോസ് എന്നോ സ്റ്റോറി എന്നോ അഗപ്പെ എന്നോ ഒക്കെ വിളിക്കാം. പിന്നെ അങ്ങനെ ഈ സ്നേഹത്തിന് അതിന്റെ ദൈർഘ്യം എത്രയാണ്, അതിന്റെ ആഴം എന്താണ്, അതിന്റെ പരപ്പ് എന്താണ്, അതിന്റെ വലിപ്പം എന്താണ്, അത് കൃത്യമായി അളക്കാനുള്ള മാനദണ്ഡം എന്താണ്. അപ്പം ആ വിഷയത്തെ മാത്രം, ദൈവസ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ മാത്രം നമ്മൾ എടുത്ത് പ്രസംഗിക്കുന്ന രീതി. പിന്നെ ദൈവത്തിന്റെ ദാനമായ നിത്യജീവനെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞത് ഉദാഹരണമാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചിന്തയിൽ നിന്നും അടർത്തിയെടുത്ത ഒരു രൂപരേഖ ഉണ്ടാക്കി എടുത്തിട്ട് അതിനെ ക്രോഡീകരിച്ച് പുസ്തകമാക്കുന്ന രീതിയാണ് ഈ ടെക്സ്റ്റുവൽ സെർമൺസ് എന്ന് പറയുക. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ പാഠഭാഗമായി നമ്മൾ എടുക്കുന്നതുകൊണ്ട്, ഒരു വിഷയം എടുക്കുന്നതുകൊണ്ട് വിശാലമായ അന്വേഷണങ്ങൾക്കോ പഠനങ്ങൾക്കോ അതുപോലെ തന്നെ വിശാലമായ അനുബന്ധ പ്രഭാഷണത്തിന്റെ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തേടിപ്പോകുന്ന ഡിക്ഷണറികളോ കമന്ററികളോ മറ്റു പ്രഭാഷണങ്ങളോ ചിന്തകളോ ഒന്നും നമ്മൾ ധാരാളം സ്വീകരിക്കാൻ ശ്രമിക്കാതെ നമ്മളുടെ സ്വന്തം ആശയങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെയും ഒരു വിശദീകരണമായി ഇത്തരം പ്രസംഗങ്ങൾ മാറുമ്പോൾ അവിടെ അപകടങ്ങൾ ധാരാളം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നമുക്ക് ഒരു വിഷയം നമ്മൾ പ്രസംഗിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് സെർമൻസ് ആണെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ നമ്മൾ തെളിയിക്കാൻ വേണ്ടി നമുക്ക് എവിടെ നിന്നെല്ലാം ആശയങ്ങൾ സ്വീകരിക്കാമോ, എവിടെ നിന്നെല്ലാം തെളിവുകൾ സ്വീകരിക്കാമോ, എവിടെ നിന്നെല്ലാം അസംസ്കൃതമായ എലമെന്റ്സ് സ്വീകരിക്കാമോ, പിന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് ഇതിനെയൊക്കെ സ്വീകരിച്ചിട്ട് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ശൈലിയിലും നമ്മുടേതായിരിക്കുന്ന ഒരു രീതിയിലും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഡിക്ഷണറികളെയും കമന്ററികളെയും മറ്റ് പഠനങ്ങളെയും മറ്റ് ഇടങ്ങളെയും മറ്റ് പ്രഭാഷണങ്ങളെയും ആശയങ്ങളെയും ഒക്കെ കടമെടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്നും തെളിവുകൾ എടുക്കുമ്പോൾ, അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുമ്പോൾ പറ്റുന്ന കുഴപ്പം, നാം നമ്മുടേതായിട്ട് അവതരിപ്പിക്കുന്നില്ല എങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ, ഇത് നമ്മളിങ്ങനെ പറയും മുഴച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഈ എമ്മിങ് ചെയ്താൽ എന്ത് ചെയ്യാ, ഒരിക്കലും എമ്മിങ് ചെയ്യാൻ അറിയില്ല. ചില ആളുകള് അല്ലേ, നിങ്ങളൊക്കെ തയ്ക്കുന്ന ആളുകളല്ലേ അല്ലേ, ചിലര് എമ്മിങ് ചെയ്താൽ എന്ത് ചെയ്യും പ്രത്യേകിച്ച് അറിയാം. നമ്മൾ ഈ ഓപ്പറേഷൻ ഈ ചില ആളുകളുടെ കണ്ടത്തിൽ ഈ ഇങ്ങനെ ഇവിടെ വലിയ ഈ തുന്നല് കാണാം. ഇതാ ഈ എന്തായാലും പറയാ ടോൺസൈറ്റിസിന്റെ ഇങ്ങനെ മാല പോലെ കിടക്കും. ചില ആളുകളുടെ വര നോക്കിയാൽ ഈ നെഞ്ചും കൂടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഈ കുത്തുകൊണ്ട പോലെ വലുതായിട്ട് ഇങ്ങനെ തുന്നല് കാണും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഈ 3 പ്രാവശ്യം ഈ
ഓപ്പറേഷൻ ലൈവായിട്ട് ഈ ഓപ്പൺ ഹാർട്ട് സർജറി ലൈവ് ഷൂട്ട് ചെയ്ത് അവസാനം അവര് കീറുമ്പോൾ ഒരു ബ്ലേഡ് വെച്ച് കീറി ഇതിങ്ങനെ മൊത്തം പൊളന്ന് വെച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതെല്ലാം യോജിപ്പിച്ച് തുന്നൽ കഴിയുമ്പോൾ അവസാനം തൊലിപ്പുറത്ത് ഒരു 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 ചെറിയ ഒരു പാട്, ഒരു നൂലിന്റെ പാട് ഇപ്പം കാണത്തുള്ളൂ ഇപ്പോഴത്തെ തയ്യലിനാൽ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തതായിട്ട് പോലും തോന്നത്തില്ല. ഞാൻ ലൈവായിട്ട് ഇത് കണ്ട കാര്യം. ഇങ്ങനെ തുന്നിപ്പോകുന്നു, വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതും, നമ്മൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഏത് സോഴ്സിൽ നിന്നും എന്തും സ്വീകരിക്കാം. പക്ഷേ അതിനകത്ത് നമ്മുടേതായിരിക്കുന്ന ഒരു ഫ്ലേവർ എന്ത് ചെയ്യണം, ചേർക്കണം. നിങ്ങളെല്ലാം നല്ല കറി വെക്കുന്ന ആളുകളാണ്, എല്ലാവരും ചിക്കൻ വെക്കും. പക്ഷെ ചില ആളുകൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ബിരിയാണി വെക്കും. പക്ഷെ ചില ആളുകൾ ബിരിയാണി വെച്ചാൽ നമ്മളെ കല്യാണത്തിൽ പോയി ആരാ കേട്ടതെങ്കിൽ ചോദിക്കും, അത് ഇന്നയാളാ, നമുക്ക് കണ്ടാ അറിയാന്ന് പറയും. ഈ നമ്മുടെ ഈ പാമ്പാടി കുറ്റിക്കൽ ഒരു സാധാരണ ഒരു നല്ല കേറ്ററിംഗ് ആണ് അദ്ദേഹം വെക്കുമ്പം അദ്ദേഹം ഈ ബീഫ്, ഈ ഊണിന് ബീഫ് ഒലത്തും. നമ്മുടെ കോട്ടയം ഭാഷയിൽ ഒലത്തുക എന്ന് പറയും. നല്ലപോലെ ഈ കറുത്ത കളർ പോലെ വരുന്നുണ്ട്, അഗ്രൻ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും പറയും അത് ഷായിപ്പാന്റെ ആണോന്ന് ചോദിക്കും. ഷാജി എന്നുള്ള പേര്, ഷായിപ്പാൻ എന്നാണ് ആളുകാർ. ഷായിപ്പാന്റെ ഊണല്ലേ, അദ്ദേഹത്തിന്റെ ഊണാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ഊണിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ബീഫ് കറിയാ, മീൻ കറിയും ബീഫ് കറിയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമുക്ക് എവിടെ നിന്ന് എന്തും സ്വീകരിക്കാം, പക്ഷേ അതിനകത്ത് നമ്മുടേതായിരിക്കുന്ന ഒരു ഫ്ലേവർ ഉണ്ടാകണം. മനസ്സിലായോ? നമുക്ക് ഏത് പ്രഭാഷകന്റെയും പ്രസംഗം, ആശയങ്ങൾ, ചിന്തകൾ, പോയിന്റുകളൊക്കെ എടുക്കാം, ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് പ്രസംഗം ഉണ്ടാക്കുക? അല്ലെങ്കിൽ അതിന് വേണ്ടി കുത്തിയിരുന്ന് നമ്മൾ അതിന് അത്രയ്ക്കും ഭയങ്കര ഗ്രാഹ്യമുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടി ഭയങ്കര തല വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെ വേണം. അത് രണ്ടാമത്തെ കാര്യം. ഒരു തുടക്കം എന്ന നിലയിൽ നമുക്ക് എവിടുന്ന് സ്വീകരിക്കാം. ആരുടെയും പ്രസംഗം നമുക്ക് മോഷ്ടിക്കുകയല്ല, സ്വീകരിക്കാം, കടമെടുക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം, നമ്മളതായിട്ട് അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടേതായ ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാകണം. അത് ഭാഷയാകാം, ശൈലീ പ്രയോഗങ്ങളാകാം, ആശയങ്ങളുടെ വിവരണത്തിലുള്ള അവതരിപ്പിക്കുന്നതിനുള്ള അവതരണ മികവാകാം. എന്തെങ്കിലും ഒരു വ്യത്യസ്തത നമ്മുടേതായിട്ട് കൊണ്ടുവരുമ്പോഴാണ് ആ പ്രഭാഷണം നമ്മുടേതായിട്ട് ജനം തിരിച്ചറിയുന്നത്. അല്ല എങ്കിൽ അത് ഇന്നയാളുടെ പോയിന്റാണ്, ഞങ്ങൾ കേട്ട് മടുത്ത പോയിന്റാണ്. ചില ആളുകളുടെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ പറയുന്നവരും. ഒരു കാലത്ത് എല്ലാവരും അനുകരിക്കുന്നതായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രസംഗം. അത് കഴിഞ്ഞ് കെ സി ഓണിന്റെ പ്രസംഗം അനുകരിക്കുന്ന ധാരാളം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരു നല്ല പങ്കും അദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പം ഒരു പ്രഭാഷകന്റെ കൂടെ ഞാൻ ഒരു 3-4 വർഷം പാസ്റ്റർ ലാസരി മാത്യുവിന്റെ ടീമിലുണ്ടായിരുന്നു, ഈ വിസിറ്റ് ടീമിലുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഞാനുമായിട്ടാണ് സൗഹൃദം എന്ന് പറഞ്ഞാൽ രാവിലെ നടക്കാൻ പോകുന്നതിനോട്. അപ്പൊ ഞാൻ ഒരുപാട് സംശയം ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന സമയങ്ങളിൽ പകൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കും. പ്രസംഗം കഴിയുമ്പോൾ നീ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അത് അങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞു തരും. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പുള്ളി പറഞ്ഞ പോലെ അങ്ങ് പറയുമ്പോൾ ജനം പറയും അത് ഇന്നയാളുടെ പ്രസംഗമായിരുന്നു, ഞങ്ങൾ കേട്ടതാണെന്ന്. അദ്ദേഹം പുള്ളിയും പറയും അത് നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ അത് എന്റെയാണെന്നേ പറയത്തോളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമുക്ക് ആരുടെയും പ്രസംഗം നമുക്ക് സ്വീകരിക്കാം, പക്ഷേ നമ്മുടേതായിരിക്കുന്ന ഒരു ശൈലി, ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ടെക്സ്റ്റുവൽ സർമന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ചെറിയ വിഷയങ്ങളെ എടുത്ത് നമുക്ക് ലഭിച്ച ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നന്നായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ അപകടം എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കുന്ന വ്യാഖ്യാന ശൈലിയിലും ആഖ്യാന ശൈലിയിലും ഒക്കെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു രീതി, നമ്മുടെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ പരാജയപ്പെട്ടു പോകുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ സ്പിരിച്വൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന, ഒരു ആത്മീയ ദൂത് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഡോക്ട്രിനലായിട്ടുള്ള, നമ്മുടെ ഉപദേശപരമായിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു കൺക്ലൂഷൻ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന അല്ലെങ്കിൽ ചിന്തകൾ ഒരു നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളുമായി നമ്മൾ ഒരു ചേർത്ത് വെച്ച് ജനങ്ങൾക്കൊരു പരിഹാരമായി നിർദ്ദേശിക്കുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടോ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടോ, അല്ലെങ്കിൽ ബൈബിൾ എന്ത് പറയുന്നു അതിന് വിരുദ്ധമായിട്ടോ ഒരു നമ്മുടേതായിരിക്കുന്ന ഒരു ശൈലിയോ അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന വാക്കുകളോ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയാം, പ്രസംഗം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്നും വിട്ട കല്ലാണ്. പിന്നെ അത് തിരിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അത് നന്നായി തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാണ്. അപ്പോൾ നമ്മൾ 3
രീതിയിലുള്ള വിഷയാസ്പദമായ പ്രസംഗ രീതി പഠിച്ചു. ഒന്ന് എക്സജറ്റിക്കൽ അഥവാ ഭാഷ്യപരമായിരിക്കുന്ന, 2 ടോപ്പിക്കൽ സർമൺ അഥവാ വിഷയാധിഷ്ഠിതമായ പ്രസംഗ ശൈലി, 3 ടെക്സ്റ്റുവൽ സർമൺ അഥവാ ലളിത പാഠാധിഷ്ഠിത രീതി. അതോടൊപ്പം തന്നെ 4 വിധത്തിലുള്ള പ്രസംഗ രീതികൾ, പൊതുവിലുള്ള 4 പ്രസംഗ രീതികൾ. 1 മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വായിക്കുന്ന പ്രസംഗ രീതി, 2 മനഃപ്പാഠമാക്കി പ്രസംഗിക്കുന്ന പ്രസംഗ രീതി, 3 വാചാ പ്രസംഗ രീതി, 4 തൽക്ഷണം പെട്ടെന്ന് പ്രസംഗിക്കുന്ന ഒരു രീതി. ഇതാണ് പൊതുവിൽ ഉള്ള പ്രസംഗ രീതികൾ. ഇനി ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. നോട്ട് ഞാൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം ശക്തീകരിച്ചല്ലോ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് ദൈവം സഹായിച്ചാൽ ഏപ്രിൽ ലാസ്റ്റ് നമ്മുടെ ഗ്രാജുവേഷൻ നടത്തുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും മറ്റു പ്രോഗ്രാംസ് എല്ലാം നടത്തുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക, ഇനിയും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ലവ് ആൻറ്റി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയുടെ യാമത്തിനായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് പ്രസംഗത്തെ പറ്റി ഹല്ലേലൂയ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. ഞങ്ങളുടെ ദാസനിൽ കൂടെ വിലയേറിയതായ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, ഏതൊക്കെ തരത്തിലുള്ള പ്രസംഗ രീതികൾ ഉണ്ടെന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഞങ്ങളുടെ ദാസിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഷാജി ദാസ് പ്രാസ്റ്ററെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, അപ്പാ ഇത്രത്തോളം അങ്ങയുടെ ദാസിനെ സഹായിച്ചു കർത്താവെ. സ്തോത്രം, നല്ല ഭാഷാ ശൈലിയില് ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വിധം കർത്താവെ പ്രസംഗത്തിന്റെ പ്രസംഗശാസ്ത്രം അതിൻ്റെതായ നിലയിൽ തന്നെ പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം ശക്തീകരിച്ചതിനായ സ്തോത്രം. ലാലുപാസനായ സ്തോത്രം കർത്താവേ. ഷാജി പാസന എല്ലാം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നാഥ. കർത്താവെ, ഞങ്ങൾ പഠിച്ച എല്ലാ ഞങ്ങളുടെ സ്റ്റുഡൻസിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഞങ്ങൾ പഠിക്കുന്നതും ഹല്ലേലൂയ ഞങ്ങൾ മനസ്സിലാക്കുന്നതും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവെ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഏതൊക്കെ രീതി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അവിടെ ആ തലങ്ങളെല്ലാം ഞങ്ങൾ ശോഭിക്കത്തക്കവണ്ണം ഞങ്ങൾക്കെല്ലാം കൃപ തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ജനത്തിനായി എല്ലാ മക്കൾക്കായി സ്തോത്രം. കർത്താവ് ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർക്ക് നന്ദി. കർത്താവിന്റെ ദാസൻ